सिकंदर बोलिए। हेलो मैडम, मैंने आनंद के बारे में इंक्वायरी की। बहुत थोड़ा प्रॉब्लम है। क्या क्या प्रॉब्लम पता है ना? ഇവിടെ ഈ ദിവസം ഈ നിമിഷം ഒരു കാര്യം ഓർത്തു വെച്ചോ. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ഞാൻ തന്നെയായിരിക്കും തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നത്. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല. ജീവൻ എടുക്കാനും. ഹലോ അരവിന്ദ്. ബ്രോ, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടേ. നമ്മുടെ കല്യാണി. പറയണ്ട, മനസ്സിലായ വിഷയം. ആ വിഷയം പറയാൻ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മൊബൈൽ ശരിയാക്കി കിട്ടിയത്. അതെ, നീ വിഷമിക്കണ്ട. കല്യാണി ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത്. കല്യാണി മുംബൈക്ക് വന്നെന്നോ? എങ്ങനെ? നീ കൊടുത്ത ടിക്കറ്റും വെച്ച്. പണ്ട് നീ ബേബീസ് ഡേ ഔട്ട് സിനിമ കണ്ടിട്ടില്ലേ? അതുപോലെ തെന്നിയും തെറിച്ചും ആരുടെ ഭാഗ്യം കൊണ്ട് ഇങ്ങെത്തി. ഇപ്പൊ എന്റെ അടുത്തുണ്ട്. മൈ ഗോഡ്, ഇതൊരു ഒന്നൊന്നര യാത്രയിൽ പോയി. അവൾ എന്തായി കാണിച്ചത്? അവളെ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നാണല്ലോ. അതൊക്കെ നീ തന്നെ ചോദിക്ക. ഞാൻ കല്യാണിക്ക് ഫോൺ കൊടുക്കാം. കൊടുക്ക്. ഹലോ കല്യാണി, നിനക്കെന്താ മാനസികമായിട്ട് വല്ല അസുഖമുണ്ടോ? അല്ല, അറിയാമല്ല എന്നോട് ചോദിക്കുക. തൃച്ചംബരത്തെ മുറ്റത്ത് നീ ചെമ്പരത്തി പൂ നട്ട് വളർത്തുന്നതേ ചെവിയിൽ വെക്കാനാണോന്ന എന്റെ സംശയം. ഏതോ കുഗ്രാമത്തിൽ വളർന്ന് നീ മുംബൈ പോലൊരു പട്ടണത്തിൽ ഒറ്റയ്ക്ക് പോന്നൊക്കെ വെച്ച നിനക്ക് എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുന്ന വല്ല ഊഹുണ്ടോ? ഉണ്ടോ കല്യാണി? ഒന്നും പറയണ്ട. നീ ഇപ്പൊ കാണിച്ചതേ അഹങ്കാരോ, ശുദ്ധ പോക്കൃത്തരം. നീ ഒരു പെണ്ണായോണ്ട് ഞാൻ വേറെ വാക്കൊന്നും പ്രയോഗിക്കുന്നില്ലേ. നീ അങ്ങ് എടുത്തു ചാടിപ്പോയി. ഇനി ഇവിടെ ഉള്ളവരോടെ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്ക് ആരെങ്കിലോട് പറയാൻ പറ്റുമോ നീ ബ്രോയുടെ കൂടെ മുംബൈയിലാണെന്ന്? പറ കല്യാണി, ഞാൻ ഇനി ഇവിടെ എന്ത് ചെയ്യണം? നീ തന്നെ ഉത്തരം പറ. പോട്ടെ അരവിന്ദ്, ഒരു അബദ്ധം പറ്റിയതായിട്ട് കരുതി ക്ഷമിച്ചേക്ക്. 2 ദിവസത്തിനകം ഇവിടെ കാര്യങ്ങളെല്ലാം തീർത്ത് ഞാൻ കല്യാണിയോ എങ്ങ് മടങ്ങി വരും. നീ എങ്ങനെയെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്യ് പ്ലീസ്. ശരി ബ്രോ, ഞാനൊന്ന് നോക്കട്ടെ.
അല്ല വല്ലാത്തൊരു ഗതികേടായി പോയത്. ആ ശരി ശരി, ഞാൻ വിളിച്ചോളാം. ഐ വിൽ ക്യാച്ച് യു ബാക്ക്. താങ്ക് യുടാ, താങ്ക് യു വെരി മച്ച്. ആ ഛേ, ആ ഹലോ, B6 പാർക്ക് ചെയ്തേക്ക് ജസ്റ്റ്. ആ കയറി വന്നാ മതി, ഞാൻ ക്യാഷ് തരാം. ഓക്കെ. ആന്റി, ആന്റി ഇവിടെ, അതും പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ ഫ്ലാറ്റിനകത്ത്. ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പം മനസ്സിലായ നിനക്ക് നീ കണ്ടത് സ്വപ്നമല്ലെന്ന്? ഇനി വിശ്വസിക്കാൻ നിനക്ക്. ഞാൻ അഖിലയ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നീ എന്റെ മോനെ കൊല്ലാൻ നോക്കൂല്ലേ? 1700 കിലോമീറ്റർ അല്ല, ഇനി ഏത് ഭൂഖണ്ഡത്തിന്റെ വ്യത്യാസത്തിലാണെങ്കിലും എന്റെ മകനൊരു പോറലേറ്റാൽ ഞാനത് അറിഞ്ഞിരിക്കും. പറയടി, എന്ത് ധൈര്യത്തിലാ നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മോനെ ആളെ വെച്ച് കൊല്ലാൻ നോക്കിയത്? പറയാൻ. നീ നാഗമഠത്തില്ലത്തിലാണെന്ന് അറിഞ്ഞ അന്നേ നിന്നെ കൊല്ലാമായിരുന്നു. ആ കല്യാണ ദിവസം അത് ചെയ്യാതെ വിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. പിന്നീട് നെറികെട്ട കളി കളിച്ച് നീ ഞങ്ങളുടെ ടെൻഡർ തട്ടിയെടുത്തപ്പോഴും നിന്നെ ഞാൻ വെറുതെ വിട്ടു. ശത്രുവിനോട് ദയ കാട്ടരുതെന്നാണ് പ്രമാണം. കാരണം കൂടുതൽ കരുത്തു നേടി ശത്രു വീണ്ടും വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുക നിന്റെ കണക്ക്. അയ്യോ ആന്റി, വേണ്ട പ്ലീസ്. ഒരു പബ്ബിൽ വെച്ച് ആനന്ദ് എന്നെ അപമാനിച്ച സങ്കടത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. പ്ലീസ് ആന്റി, പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്ക. ഞാൻ കാല് പിടിക്കാം, എന്നെ കൊല്ലരുത്. ക്ഷമയോ? നിന്നോടോ? വിഷപ്പല്ല് കാട്ടി കൊല്ലാൻ ബാണമെടുത്താടുന്ന പാമ്പാ നീ. തല്ലിക്കൊല്ലാൻ വൈകിയ പലർക്കും കടിയേറ്റ് ചാകേണ്ടി വരും. നിന്നെ കൊല്ലാതെ വിട്ടാൽ കാടും മേടും മരക്കൊമ്പും മതിലോരവും ഭയക്കണം നമുക്ക്. അതിയിരിക്കും നീ അടങ്ങാത്ത പകയോട്. അതുകൊണ്ട് നിന്നെ പോലുള്ള ഉഗ്രവിഷം പേർന്ന ഇനത്തെ ആദ്യ കാഴ്ചയിലെ അടിച്ചു കൊല്ലുന്നതാ നാടിന് നല്ലത്. തെറ്റ് പറ്റിപ്പോയി ആന്റി. ഇനി ആന്റി പോകുന്ന ഒരു വഴിയിലും ഞാൻ വരില്ല. പ്ലീസ് ആന്റി, കൊല്ലരുത് എന്നെ. വേണമെങ്കിൽ ഈ രാജ്യം തന്നെ ഞാൻ വിട്ടു പോവാം. എനിക്ക് നന്നാവാൻ ഒരു ചാൻസ് തരണം ആന്റി, പ്ലീസ്.
സോറി. ഓരോ തവണ ഞാൻ അറിഞ്ഞുകൊണ്ട് ക്ഷമിക്കുമ്പോഴും നീ നന്നാവൂന്ന് കരുതി. പക്ഷെ നീ നന്നായില്ല. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു വലിയ തെറ്റിലേക്കായിരുന്നു നിന്റെ സഞ്ചാരം. പിന്നെ നീ എന്റെ മോനോട് ചെയ്തതും കൂടിയാകുമ്പോ നിന്റെ എല്ലാ ദയാഹർജികളും ഞാനങ്ങ് റദ്ദീകരിക്കുകയാണ്. ഇനി മരണമാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മരണം മാത്രം. നീ നല്ലതുപോലൊന്ന് പേടിച്ചു അല്ലേ? ഷൂട്ട് ചെയ്യാൻ അറിയാതെ ലക്ഷ്യം തെറ്റിപ്പോയതല്ല. നിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് ഒരു ബുള്ളറ്റ് തന്നെ ധാരാളം മതി. പക്ഷേ മരണഭീതി എന്താണെന്ന് നിന്നെ ഒന്ന് അറിയിക്കാനാ ഞാൻ 6 ബുള്ളറ്റുകളും വേസ്റ്റ് ആക്കി കളഞ്ഞത്. കാരണം നീ എന്റെ കാൽച്ചുവട്ടിൽ കിടന്നിപ്പോ ജീവന് വേണ്ടി യാചിച്ചില്ലേ? അപ്പോഴേ നീ എന്റെ മനസ്സിൽ ശവമായി കഴിഞ്ഞു. ചത്ത പാമ്പിനെ വീണ്ടും അടിക്കുന്നത് വീരത്വമല്ല. കൊല്ലുമ്പോ ജീവൻ എരന്ന് വാങ്ങുന്നത് നിന്റെ തറവാടിന്റെ ശീലം. കൊല്ലാൻ വരുന്നവരാണെങ്കിലും തോൽക്കുമ്പോ കാലിൽ വീണ് മാപ്പിരന്നാൽ ജീവൻ ഭിക്ഷയായിട്ട് കൊടുത്തുവിടുന്നത് തൃച്ചംബരം തറവാടിന്റെ മഹിമ. തൃച്ചംബരം തറവാടിന്റെ ഔദാര്യമാണ് നിന്റെ കൊക്കിലെ ജീവനെന്ന് ദിവസം 3 നേരമെങ്കിലും നീ ഓർക്കണം. അതിനുവേണ്ടി തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പോടി. വാ ആന്റി വാ. എനിക്ക് ആന്റിയുടെ തന്റെ ഇടമാ എപ്പോഴും ഏറ്റവും ഇഷ്ടം. പക്ഷേ അടികൊണ്ട പാമ്പ് അവസരം കിട്ടിയ കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് നാഗത്തിന്റെയും നാഗമട തില്ലക്കാരുടെയും ശീലം. ഇത്രയും നേരം നിറതോക്കിന്റെ ധൈര്യത്തിലല്ലേ ഈ പ്രകടനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇപ്പൊ കയ്യിലിരിക്കുന്നത് ഉണ്ടയില്ലാത്ത തോക്കാണെന്നങ്ങ് മറന്നു. പകരം നിറതോക്കിരിക്കുന്നതേ ഇപ്പൊ എന്റെ ആൾക്കാരുടെ കയ്യിലാ. ജസ്റ്റൻ, മോനെ കൊല്ലാൻ ആളെ അയച്ചെന്ന് പറഞ്ഞല്ലേ എന്നെ നിങ്ങൾ കൊല്ലാൻ ഇറങ്ങിയത്? എന്നാ ഇപ്പൊ മോനെ അല്ല അമ്മയാ കൊല്ലാൻ പോകുന്നത്. ഈ ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നോക്കി നിൽക്കാതെ കൊന്നറിയ സ്ത്രീയെ. എന്തു പറ്റി? കാറ്റ് മാറി വീശിയതൊന്നും അറിഞ്ഞില്ലല്ലേ? ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മുംബൈയിലെ മണ്ണിൽ കാൽ വെച്ചപ്പോ മുതൽ ഇവരെന്റെ ആൾക്കാരാ. ഇപ്പൊ ഞാനൊന്ന് ഞൊടിച്ചാൽ അടുത്ത വർഷം ഈ സമയത്ത് നാഗമഠത്തുകാർക്ക്
നിന്റെ ആണ്ടടിയന്തിരം നടത്താം. പക്ഷെ ചെയ്യില്ല. ഇന്നും നിന്നെ ഞാൻ ജീവനോട് വിട്ടിട്ട് പോവാം. സ്വയം തല തല്ലി ചാകുന്ന പാമ്പുകളെ കണ്ടിട്ടുണ്ടോ നീ? ഇല്ലെങ്കിൽ കണ്ണാടി പോയി നോക്കിയാ മതി. നിന്റെ വിധി സ്വയം പഴിച്ച് നശിക്കാനാ. ജസ്റ്റിൻ, വിട്ടേക്കവളെ. നാഗവല്ല, നീർക്കോലിയെ കൊന്നെന്ന പാപം നമുക്ക് വേണ്ട. പോകാം. അനിയകുട്ട, മോനിതെടുത്ത് കഴിക്കേ. എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോനല്ലേ, നീ ഇത് കഴിക്കും. എനിക്ക് വേണ്ട. എനിക്കിത് ചേച്ചിയെ കാണണം. അച്ഛൻ ചേച്ചി വിളിച്ചോണ്ട് വാ, എന്നിട്ട് ഞാൻ കഴിക്കാം. അനിയകുട്ട, അച്ഛൻ പറയുന്ന കേൾക്ക്. ചേച്ചിയുടെ കാര്യം നമുക്ക് ശരിയാക്കാം. ഇപ്പൊ നീ ആഹാരം കഴിച്ചിട്ട്. പറ്റില്ല. എനിക്ക് ഇപ്പൊ കാണണം എന്റെ ചേച്ചിയെ, ഇപ്പൊ. അവന്റെ ഒരു അഹങ്കാരം. ഈശ്വര, ഇതിനേക്കാൾ ഭേദം മക്കൾ ഇല്ലാതിരിക്കുന്നതായിരുന്നു. ഒരുത്തിയാണെങ്കിൽ അങ്ങനെ, അടുത്തവൻ ഇങ്ങനെ. തന്തയെ കൊല്ലാനായിട്ട് പറഞ്ഞ മക്കള്. എന്റെ ശാപം. എന്താടാ കിടന്ന് മൂങ്ങുന്നേ? അവള് ചത്തോ? ഇല്ലല്ലോ. തന്തയുടെ കാര്യം പോട്ടെ, എഴുത്തെഴുതി വെച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ അവള് ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു അനിയനുണ്ടെന്ന്. പിന്നെ നീ എന്തിനാ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനാണെന്ന്? ദാസേട്ടാ, എന്താ ദാസേട്ടാ ഇതൊക്കെ? എന്ത് പറയാനാ കുഞ്ഞെ? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീർത്താലേ പറ്റൂ. എന്റെ തലയിലെടുത്ത് തറയുന്നേ. അതിനിപ്പോ ഇവിടെ എന്താ പറ്റിയ ഇങ്ങനെ പരിതപിക്കാൻ? സോറി കുഞ്ഞെ, എന്റെ വേദന മനസ്സിലാവണമെങ്കിൽ കുഞ്ഞൊരു അച്ഛനാവണം. ഒരുത്തി എങ്ങോട്ട് തൊലഞ്ഞുപോയി. അടുത്തവനാണെങ്കിൽ പട്ടിണി കിടന്ന് അച്ഛനെ തോൽപ്പിക്കുക. ഇടയിൽ നിന്ന് ഒരു കാര്യം ഞാനും. ഓ, അതാണോ കാര്യം? ദേ, ഞാൻ കൊടുക്കാം അനിയൻകുട്ടന്. അനിയൻകുട്ടാ, ദേ, എന്താ നിന്റെ പ്രശ്നം? ചേച്ചിയെ കാണാത്താണോ? നിനക്ക് കാര്യം അറിയാവുന്നതാണല്ലോ. നിന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരക്കിറങ്ങാതിരിക്കൂ. എടാ, അവളെന്റെ ബ്രോയോടൊപ്പം സേഫാ. ആ, എന്നെ വിശ്വസിക്കേ. ദേ, തൽക്കാലം നീ ഇത്ര അറിഞ്ഞാ മതി. കഴിക്കേ. ഇപ്പൊ പോയിട്ടെ കൈ കെട്ടുവാ. ദേ, വെറുതെ ദാസേട്ടനെ വിഷമിപ്പിക്കരുത്. ചെല്ല്. ദാസേട്ടാ, അമ്മ കൊടുത്ത പരമ്പരാഗത മാല കഴുത്തി കിടക്കുന്നതിന്റെ ഫലമായ
ഈ ദോഷങ്ങളുണ്ടാവുന്നെന്നാ കല്യാണി കത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പം ആ മാല തിരികെ ഏൽപ്പിക്കാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കല്യാണി അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോ ഇവിടത്തെ തന്നെ വല്ല സ്റ്റാഫിന്റെ വീട്ടിലായിരിക്കും താമസം. അവളിത് പറയാത്തതാവും. ഏതായാലും കല്യാണി സുരക്ഷിതയാണെന്ന് ദാസേട്ടൻ വിശ്വസിക്കും. ഞാൻ തരുന്ന വാക്കാണത്, വിശ്വസിക്കും. അനയങ്കുട്ടാ, ഇത് പിടിച്ചേ. അവിടെ ചെന്നിരുന്ന് കഴിക്കും. ദാസേട്ടൻ വല്ലതും കഴിച്ചോ? വിശപ്പില്ല കുഞ്ഞെ. എന്താ ദാസേട്ടത്? ഞാൻ പറഞ്ഞില്ലേ കല്യാണിക്ക് ഒന്നുമില്ല. അനയങ്കുട്ടനെ വിഷമിപ്പിക്കാതെ എന്തേലും കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ചെല്ലു ദാസേട്ടാ. ശരി കുഞ്ഞെ. ഓ, അപ്പൊ ഗുഡ് നൈറ്റ്. ഹലോ. ആ